പരിശുദ്ധാത്മാവുമായ പ്രിയ ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. 12-ാം അധ്യായത്തിൽ ഒന്നാമതായി യേശു തന്റെ ശിഷ്യരെ ആഹ്വാനം ചെയ്യുന്നത് ഭയം കൂടാതെ സാക്ഷ്യം നൽകാൻ. ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ ക്രിസ്തു ശിഷ്യർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്. സുവിശേഷത്തിൽ നാം ഇപ്രകാരം ശ്രമിക്കുന്നു: പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി. അപ്പോൾ അവൻ ശിഷ്യരോട് പറയാൻ തുടങ്ങി, ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും, വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ പ്രഘോഷിക്കപ്പെടും. എന്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഒന്നാമതായിട്ട് ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പ് അഥവാ തെറ്റായ പ്രബോധനത്തെ ക്രിസ്തു ശിഷ്യർ സൂക്ഷിക്കണം. ഒപ്പം അവരെ ഭയപ്പെടുകയും വേണ്ട. അവരെ ഭയപ്പെട്ട് വിശ്വാസം രഹസ്യത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല എന്നാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. 2-3 വാക്യങ്ങളിൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും, രഹസ്യത്തിൽ വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ പ്രഘോഷിക്കപ്പെടും. ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക വെളിപ്പെടുത്തലുകൾ, ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ, യേശുവിലൂടെ സംജാതമായ ദൈവഭരണം, ഇതൊന്നും ആർക്കും എക്കാലത്തും മറച്ചു വെക്കാൻ കഴിയില്ല. അത് പരസ്യമാവുക തന്നെ ചെയ്യും. ശിഷ്യരോട് ചോദിക്കുകയാണ്, എന്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പൊ ഇവർ യഹൂദരെ ഭയന്നാണ് സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ മുന്നോട്ട് വരാൻ ഭയപ്പെടുന്നത്. രഹസ്യത്തിൽ ക്രിസ്ത്യാനികളായി ജീവിക്കുന്നവരുണ്ട്, വിശ്വാസം പരസ്യമായി സാക്ഷ്യപ്പെടുത്തുവാൻ ഭയമുള്ളവരുണ്ട്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ എന്തിനു ഭയപ്പെടണം? എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിയിടാൻ അധികാരമുള്ളവനെ ഭയപ്പെടണം. ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി. അതെ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുകയും. 5 കുരുവികൾ 2 നാണയത്തുത്തിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയിട പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ നിലയുള്ളവരാ. കർത്താവ് ഈ പറയുന്നതിന്റെ അർത്ഥം, സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിൽ നിങ്ങൾ വിലപ്പെട്ടവരാണ്. 2 നാണയത്തുത്തിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നു. അത്രയും വിലയില്ലാത്ത നിസാര കുരുവികളെ ദൈവം കരുതുന്നെങ്കിൽ നിങ്ങളെ എത്രയധികമായി കരുതുകയില്ല. അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തിൽ ദൈവദൂതന്മാരുടെ മുന്നിൽ നമ്മെ ഏറ്റുപറയണമെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നാം യേശുവിനെ ഏറ്റുപറയണം. മനുഷ്യരുടെ മുന്നിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ചും അവന്റെ മെശിഹാത്വത്തെ കുറിച്ചും വ്യക്തമായ ബോധ്യം നൽകിയിട്ടും അവന് സാക്ഷ്യം നൽകാനോ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് പ്രവർത്തിക്കാനോ മനസ്സാകാത്തവരുടെ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ലെന്ന്. നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്ത് പറയുമെന്നും ഉത്കണ്ഠാകുലരാകണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ സിനഗോഗ് അധികാരികളെയാണ് ഭയപ്പെടുന്നതെങ്കിൽ നിങ്ങളെ അവരുടെ മുമ്പിൽ നിർത്തപ്പെടുമ്പോൾ എന്തു പറയണം, എങ്ങനെ പറയണമെന്ന് നിങ്ങൾ ഉത്കണ്ഠാകുലരാകണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. 12:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ യേശുവിന്
ഭയം കൂടാതെ ധൈര്യപൂർവ്വം സാക്ഷി നൽകാൻ വേണ്ട ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. 12-ാം അധ്യായത്തിലെ രണ്ടാമത് പറയുന്ന കാര്യം ഭോഷനായ ധനികനെ കുറിച്ചുള്ള ഒരു ഉപമയാണ്. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ യേശുവിനോട് പറഞ്ഞു, ഗുരു, പിതൃ സ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി നിയമിച്ചതാരാണ്? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കും, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നു. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അപ്പോൾ അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ എന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം എന്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. അവനോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഘോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാണ്? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവൻ. അതുകൊണ്ട് സമ്പത്തിൽ ആശ്രയം വെക്കരുത്, ദൈവത്തിൽ ആശ്രയം വെക്കുക. ദൈവസന്നിധിയിൽ സമ്പന്നനാകാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ ലൗകിക സമ്പത്ത് ശേഖരിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഈ ബോധ്യം ഉണ്ടായിരിക്കണം. ഭൗതിക സമ്പത്ത് കൊണ്ടല്ല, ദൈവജ്ഞാനമാകുന്ന സമ്പത്ത് കൊണ്ടാണ് നമ്മൾ ധന്യരാകുന്നത്. തുടർന്ന് 34 വരെയുള്ള വാക്യങ്ങളിൽ ദൈവ പരിപാലനയെ കുറിച്ചുള്ള ദീർഘമായ ഒരു വിവരണം. യേശു തന്റെ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. ജീവൻ തന്നവൻ നമ്മെ സംരക്ഷിക്കും. അതുകൊണ്ട് ആകുലരാകേണ്ട. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്കു കഴിയും? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ, എങ്കിലും സോളമൻ പോലും അവന്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നുവെങ്കിൽ ആത്മവിശ്വാസികളെ നിങ്ങളെ എത്രയധികമായി അണിയിക്കുകയില്ല. ദൈവത്തിൽ ശരണം വയ്ക്കാൻ, ദൈവ പരിപാലനയിൽ ആശ്രയിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കാൻ, അപ്പോ അതിനോട് ചേർത്ത് ബാക്കി എല്ലാം ലഭിക്കും. 32-ാം വാക്യം, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുകയും പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കുകയും ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുകയും അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും. അപ്പൊ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ചാൽ നിന്റെ ഹൃദയം മുഴുവൻ അങ്ങോട്ടേ തിരിയുകയുള്ളൂ. തുടർന്ന് 35 മുതലുള്ള വാക്യങ്ങളിൽ സദാ ജാഗരൂകരായിരിക്കുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യും. സദാ ജാഗരൂകരായിരിക്കുവാൻ കർത്താവ് പറയുന്നു, നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുറ്റുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവന്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കും. യജമാനൻ വരുമ്പോ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. പത്രോസ് ഇത് കേട്ടപ്പോൾ ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ?
അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? എന്ത് ഭക്ഷണം കൊടുക്കാൻ? ശാരീരിക ഭക്ഷണമാണ്. യേശുവിന്റെ ഭവനത്തിലുള്ളവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം എന്താണ്? ഭൗതിക ഭക്ഷണമല്ല, ആത്മീയ ഭക്ഷണം. ദൈവജനത്തിന് ആത്മീയ ഭക്ഷണം യഥാസമയം നൽകുവാൻ നിയോഗിക്കപ്പെട്ട ആത്മീയ അജപാലകരുടെ ധർമ്മം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തന്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. യജമാനൻ വരുമ്പോൾ വിശ്വസ്തനായി കാണപ്പെടുന്ന കാര്യസ്ഥരെ സകല സ്വത്തുക്കളുടെ മേൽ യജമാനൻ നിയോഗിക്കും. എന്നാൽ ആ ഭൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകുമെന്ന് കരുതി യജമാനന്റെ ദാസരെയും ദാസിമാരെയും അടിക്കുകയും തിന്നു കുടിച്ച് ഉന്മത്തനാവുകയും ചെയ്യാൻ തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരും. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിട്ടും അതിനനുസൃതമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കഠിനമായി ശിക്ഷിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയും അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവ് അതിന്റെ പൂർണ്ണതയിൽ വിനിയോഗിച്ചുകൊണ്ട് ദൈവത്തെ അറിയാനും അനുഭവിക്കാനും മഹത്വപ്പെടുത്താനും 12-ാം അധ്യായം 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ ഒരുക്കമുള്ളവരായി ജാഗരൂകരായി കാത്തിരിക്കുക. അങ്ങനെ സദാ ജാഗരൂകരായ ഭൃത്യന്മാരെ കർത്താവിന്റെ ഭവനത്തിലെ മേൽനോട്ടക്കാരനായി ആ ജാഗരൂകനായ ഭൃത്യനെ നിയോഗിക്കും. അവൻ തന്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും. അവൻ തിന്നുകുടിച്ച് ഉന്മത്തനായി തന്റെ ദാസരെ അടിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് യജമാനൻ വന്ന് അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കും. ഇത് കർത്താവിന്റെ യുഗാന്ത്യ പ്രഭാഷണത്തിന്റെ ഭാഗമാണ്. എപ്പോൾ വരുമെന്നറിയില്ല. അതുകൊണ്ട് ക്രിസ്തു ശിഷ്യർ എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നവരായി കാണപ്പെടണം, ഒരുക്കമുള്ളവരായി കാണപ്പെടണം. നിയോഗിച്ച ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റി കാത്തിരിക്കണം. 49 മുതലുള്ള വാക്യങ്ങൾ യേശു പറയുകയാണ്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിടാൻ വന്ന തീ എന്താണ്? പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ്, ലോകത്തെ വിശുദ്ധീകരിക്കുന്ന അഗ്നി. അതോടൊപ്പം ന്യായവിധിയുടെ അഗ്നിയും. ഇവിടെ അഗ്നി രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി. രണ്ട്, ന്യായവിധിയുടെ അഗ്നി. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി, തീ ഇതിനോടകം കത്തിജ്വലിച്ചെങ്കിലെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നു, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. യേശു പറഞ്ഞ ആ സ്നാനം അതെന്താണ് അർത്ഥമാക്കുന്നത്? അത് നിവൃത്തിയാകുവോളം ഞാൻ ഞെരുങ്ങുന്നു. കർത്താവിന്റെ കുരിശുമരണത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് നിവൃത്തിയാകണം എന്ന് പറഞ്ഞാൽ ദൈവപിതാവ് പുത്രനെ ഏൽപ്പിച്ച ആ ദൗത്യം, തന്റെ കുരിശുമരണത്തിലൂടെ അനേകർക്ക് ജീവൻ നൽകാൻ ആ രക്ഷാകര ദൗത്യം നിവർത്തിയാകണം. ഭൂമിയിൽ അവിടെ നിടാൻ വന്ന അഗ്നി കത്തി ജ്വലിക്കണം. പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിവർത്തിയാകണം. അടുത്ത് പറയാണ്, ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടാകും. യേശു നാമത്തിൽ ദൈവത്തിന്റെ തിരുഹിതം നിവർത്തിയാക്കുന്നതിന്റെയും ദൈവരാജ്യത്തിന്റെ മൂല്യത്തിന്റെയും ഒക്കെ വെളിച്ചത്തിൽ ഒരു കുടുംബത്തിലുള്ളവർ തന്നെ പരസ്പരം ഭിന്നിക്കും. യേശുവിലൂടെ നൽകപ്പെട്ട ദൈവരാജ്യത്തിന്റെ സുവിശേഷം സ്വീകരിക്കുകയും അതിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിലുള്ള ഭിന്നതയാണ്. പിതാവ് പുത്രനും, പുത്രൻ പിതാവിനെതിരായും, അമ്മ മകൾക്കും, മകൾ അമ്മയ്ക്കുമെതിരായും, അമ്മായിയമ്മ മരുമകൾക്കും, മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായി ഭിന്നിക്കും. വിശ്വാസത്തിന്റെ ജീവിത ശൈലി ലോകത്തിന്റെ ജീവിത ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു ഭവനത്തിൽ 3 പേർ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും 2 പേർ
അതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഭിന്നതയുണ്ടാകും. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾക്കൊത്ത് ജീവിക്കുന്നവർ, അതിനെതിരായി ജീവിക്കുന്നവർ, അവർ തമ്മിലുള്ള ഭിന്നത. 54 മുതലുള്ള വാക്യങ്ങളിൽ യേശു നമ്മോട് ആവശ്യപ്പെടുന്നു ജാഗരൂകരായിരിക്കാനും കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിച്ചറിയാൻ. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണം ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു, അത് സംഭവിക്കുന്നു. അപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? ഇവിടെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിലെ വ്യതിയാനങ്ങളും സംഭവങ്ങളും വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ, അത് രക്ഷാകരമായ കാലത്തെ, കർത്താവിന്റെ വരവിന്റെ കാലത്തെ, അവിടുന്ന് ന്യായവിധിക്കായി വരും. അത് ആരെയും ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് വരുന്നത്. പക്ഷെ നമ്മുടെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് അത് ശിക്ഷാവിധിയോ രക്ഷയോ ആയി മാറും. അപ്പൊ കർത്താവ് ചോദിക്കുകയാണ്, ഈ കാലത്തെ, ദൈവത്തിന്റെ സമയത്തെ വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? അതിനോട് വിശദീകരിക്കാൻ മറ്റൊരു കാര്യം എടുത്തു പറയാണ്. 58 മുതലുള്ള വാക്യങ്ങൾ. നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹ പാലകനെ ഏൽപ്പിക്കുകയും ചെയ്യും. വഴിയിൽ വെച്ച് തന്നെ നീ നിന്റെ ശത്രുവിനോട് രമ്യപ്പെട്ടുകൊള്ളുക. അല്ല എങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോകും, ന്യായാധിപൻ നിന്നെ കാരാഗ്രഹ പാലകനെ ഏൽപ്പിക്കും, അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. കർത്താവ് നമ്മളോട് പ്രസംഗിക്കുന്നത് രമ്യതയുടെ സുവിശേഷം. ദൈവത്തോടും സഹോദരങ്ങളോടും രമ്യപ്പെട്ട് ജീവിക്കുക. ഇവിടെ വെച്ച് തന്നെ സഹോദരങ്ങളോടും ദൈവത്തോടും രമ്യതയിൽ ജീവിച്ചാൽ നാം ഇവിടെ വെച്ച് തന്നെ ദൈവരാജ്യ അനുഭവത്തിലായിരിക്കും. ദൈവരാജ്യ പൂർത്തീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെ കർത്താവിന്റെ ആഗമനത്തിൽ അവനോടൊത്ത മഹത്വത്തിൽ പ്രവേശിക്കും. അല്ലാത്തവർ തിരസ്കൃതരാകും. 12-ാം അധ്യായത്തിൽ 1-ാമത് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടു, ഭയം കൂടാതെ സാക്ഷ്യം നൽകാൻ, ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ. 2-ാമതായി, സമ്പത്തിൽ ആശ്രയം വെക്കരുത്. ലൗകികമായ സമ്പത്തിനു വേണ്ടിയുള്ള അത്യാഗ്രഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. പകരം ദൈവത്തിൽ ആശ്രയം വെക്കണം. സ്വർഗീയ നിക്ഷേപങ്ങൾ കരുതി വെക്കണം. 3-ാമതായി, ദൈവ പരിപാലനയിൽ ആശ്രയിക്കുവാൻ പല ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിച്ചു. 4-ാമതായി, സദാ ജാഗരൂകരായിരിക്കുവാൻ. 2 ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അത് വിശദീകരിച്ചു. യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ അവന്റെ വരവ് കാത്തിരുന്ന് ഒരുക്കമുള്ളവരായി ഉണർന്നിരിക്കുന്ന ക്രിസ്ത്യന്മാരായി അവന് വാതിൽ തുറന്നു കൊടുത്താൽ അവനോടൊത്ത് വിരുന്നിനിരിക്കാം. സഭയിൽ അപ്പത്തോലന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ധർമ്മം ഇതാണ്. ഒരുക്കമുള്ളവരായി ഭവനത്തിലുള്ളവർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കാൻ നിയോഗിച്ച വിശ്വസ്തനായ കാര്യത്തിൽ. 5-ാമതായി, അവിടെ നിന്ന് നമുക്ക് നൽകുന്ന ദൈവാത്മ ചൈതന്യത്താൽ ജ്വലിക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിച്ചെങ്കിൽ, കത്തിജ്വലിച്ചെങ്കിലെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം അവിടത്തേക്ക് പൂർത്തിയാകാനിരിക്കുന്ന സ്നാനത്തെക്കുറിച്ച്, അവിടുത്തെ കുരിശു മരണത്തെക്കുറിച്ച്, ഭൂമിയിൽ സമാധാനം എന്നത് വാച്യാർത്ഥത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു സമാധാനമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഭിന്നത ഉണ്ടാകും. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ഉണ്ടാകും. ഈ ഭിന്നത അത് വിനാശത്തിലേക്കല്ല. നിങ്ങൾ ഈ ഭിന്നിപ്പ് അനുഭവിക്കേണ്ടി വരും. പക്ഷെ ജാഗ്രതയോടെ നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ, ദൈവിക പക്ഷത്ത് നിന്നുകൊണ്ട് നന്മയെ വിജയത്തിലെത്തിക്കാൻ നാം പരിശ്രമിക്കണം. 6-ാമതായി, കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിച്ചറിഞ്ഞ് ഒരുക്കമുള്ളവരായി കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ക്രിസ്തുശിഷ്യര് പരസ്പര സ്നേഹത്തിൽ, പരസ്പര ഐക്യത്തിൽ ദൈവരാജ്യത്തിന്റെ വക്താക്കളായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 11-ഉം 12-ഉം അധ്യായത്തിൽ നൽകിയ
പ്രബോധനങ്ങൾ ഒരുമിച്ച് ചേർത്ത് ധ്യാനിച്ചുകൊണ്ട് ഭൂമിയിൽ ദൈവരാജ്യം പൂർത്തീകരിക്കപ്പെടാൻ കർത്താവിന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കാനും ഒരുക്കമുള്ളവരായി ജാഗ്രതയോടെ കാത്തിരിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.